എനിക്ക് വയ്യ. ഈ അസൈൻമെന്റ് തന്ന ടീച്ചറെ പറഞ്ഞാ മതിയല്ലോ. എഡ്ഗർ അലൻ പോയുടെ ആനബൽ ലീ. എന്താടാ എന്തുപറ്റി? നല്ല കവിതയല്ലേ? നല്ല കവിതയോ? വായിച്ചിട്ടെന്റെ തലയാകെ പെരുകി. ഇത് സ്നേഹമാണോ അതോ ചിസ്തുപോടി ഭ്രാന്താണോന്ന് ഒരു പിടിയുമില്ല. ഹേയ്, അതല്ലേ അതിന്റെ ഒരു രസം. ഒറ്റ നോട്ടത്തിലൊരു പക്ക ലവ് സ്റ്റോറി. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇതൊരു സൈക്കോ ത്രില്ലർ പോലെയാ. ആ അതുതന്നെ. അപ്പോ നിങ്ങൾക്കും ഈ കവിതയെക്കുറിച്ച് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിതൊന്ന് കീറിമുറിച്ച് നോക്കിയാലോ? സെറ്റ്. അപ്പോ നമ്മുടെ ഇന്നത്തെ മിഷൻ ഇതാണ്. ഈ ആനബെല്ലി വെറുമൊരു പ്രേമകവിതയാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? തുടങ്ങാം. അപ്പോ കഥ ഭയങ്കര സിമ്പിളാ. ഒരു നാടോടി കഥ പോലെ. അതെ. പണ്ട് ഒരു കടലിന്റെ അടുത്തുള്ള രാജ്യത്ത് 2 പിള്ളേരുണ്ടായിരുന്നു. നമ്മുടെ കഥ പറയുന്ന ആളും പിന്നെ നമ്മുടെ ആനബല്ലിയും. അവർ വെറും കുട്ടികളായിരുന്നപ്പോഴേ തുടങ്ങിയ പ്രണയമാണ്. വെറും പ്രണയമല്ല. കവിതയിൽ പറയുന്ന പോലെ എ ലവ് ദാറ്റ് വാസ് മോർ ദാൻ ലവ്. സ്നേഹത്തിനു മുകളിലുള്ള എന്തോ ഒന്ന്. അതെ, അത്രയ്ക്കും തീവ്രമായ പ്രണയം. എന്തിനെ, സ്വർഗത്തിലുള്ള മാലാഹമാർക്ക് വരെ ഇവരുടെ പ്രണയം കണ്ടിട്ട് അസൂയ തോന്നിയെന്ന്. ശരിക്കും നാട്ടുകാർക്ക് അസൂയ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സ്വർഗത്തിലുള്ള മാലാഖമാർക്ക് വരെ. എന്തൊരു സീനാണല്ലേ? ആ അസൂയ കാരണം മാലാഖമാർ ഒരു തണുത്ത കാറ്റിനെ അങ്ങോട്ട് വിട്ടു. ആ കാറ്റേറ്റ് നമ്മുടെ ആനബല്ലി മരിച്ചു. എന്നിട്ട് അവളുടെ ഹൈബോൺ കിൻസ്മൻ, അതായത് ആ വലിയ വീട്ടുകാർ വന്ന് അവളെ കൊണ്ടുപോയി ഒരു കല്ലറയിൽ അടക്കി. കഥ അവിടെ തീർന്നെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ യഥാർത്ഥ കഥ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, പ്രണയമോ അതോ ഭ്രാന്തോ? ഇതൊരു ആദർശവൽക്കരിക്കപ്പെട്ട പ്രണയമായിട്ട് കാണാലോ അല്ലേ? ലോകത്തിലെ ഏറ്റവും മഹത്തരമായ സ്നേഹം, മരണത്തിനു പോലും വേർപെടുത്താൻ പറ്റാത്ത ബന്ധം. തീർച്ചയായും. Neither the angels in heaven above, nor the demons down under the sea can ever dissever my soul from the soul. ആ വരികൾ എന്തൊരു പവർഫുൾ ആണല്ലേ? പവർഫുൾ ആണ്. പക്ഷേ ഇവിടെയാണ് എനിക്കൊരു ഇത് തോന്നുന്നത്, ആ ഒരു സൈക്കോ ടച്ച്. എവിടെ? അയാളെ എല്ലാ രാത്രിയും എവിടെയാ പോയി കിടക്കുന്നത്? അവളുടെ കല്ലറയിൽ. ഓൾ ദ നൈറ്റ് ടൈഡ് ഐ ലൈ ഡൗൺ ബൈ ദ സൈഡ് ഓഫ് മൈ ഡാർലിംഗ്, മൈ ലൈഫ് ആൻഡ് മൈ ബ്രൈഡ്. ആ ശരിയാണ്. അതൊരു നോർമൽ കാര്യമല്ല. അതെ, ജീവനുള്ള ഒരാളോടുള്ള സ്നേഹമല്ലല്ലോ ഇത്, മരിച്ച ഒരാളുടെ ഓർമ്മയോടുള്ള, അല്ലെങ്കിൽ ആ ശരീരത്തോടുള്ള ഒരുതരം ഒബ്സഷൻ അല്ലേ? ശരിക്കും. ഇതിനെ ഭ്രാന്തമായ പ്രണയമെന്ന് വിളിക്കണോ അതോ പ്രണയത്തിന്റെ ഭ്രാന്ത് എന്ന് വിളിക്കണോ? എനിക്കറിയില്ല. ഇത് ഭക്തിക്കും ഒരു രോഗാവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു നൂൽപാലത്തിൽ നിൽക്കുന്നത് പോലെയാ. ഒരു പോയിന്റ് ഉണ്ട്. ദുഃഖത്തിന് പല സ്റ്റേജുകളുണ്ടല്ലോ. ഡിനായൽ, ആങ്കർ, അങ്ങനെ ഇയാൾ ആദ്യത്തെ സ്റ്റേജില് ആ നിഷേധത്തിൽ തന്നെ സ്റ്റക്കായി പോയ പോലെ. അവള് മരിച്ചെന്ന യാഥാർത്ഥ്യം അയാൾ അംഗീകരിക്കുന്നേയില്ല. ഇല്ല. പകരം ആ മരണത്തെയും തന്റെ പ്രണയത്തിന്റെ ഭാഗമാക്കി ആ കല്ലറയിൽ ഒരുമിച്ച് ജീവിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ ദുരന്തത്തിന് അയാൾ ആരെയാ കുറ്റം പറയുന്നത്? അതാണ് അടുത്ത ഇൻട്രസ്റ്റിംഗ് കാര്യം. മാലാഖമാരെ. അതെ, സ്വന്തം സങ്കടം സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുമല്ലോ. ഇയാൾ കുറ്റം പറയുന്നത് നേരെ സ്വർഗത്തിലുള്ളവരെയാണ്. അതൊരു രക്ഷപ്പെടലാണല്ലേ? തന്റെ പ്രിയപ്പെട്ടവൾ ഒരു സാധാരണ അസുഖം വന്ന് മരിച്ചു എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു ഹീറോയിസവും ഇല്ല. അതുതന്നെ. പക്ഷേ തങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് വലുതായതുകൊണ്ട് സ്വർഗത്തിലുള്ളവർക്ക് അസൂയ തോന്നിയിട്ടാണ് അവൾ കൊല്ലപ്പെട്ടതെന്ന് വിശ്വസിക്കുമ്പോഴോ? ആ നഷ്ടത്തിനൊരു ഗാംഭീര്യം കിട്ടി. അവരുടെ പ്രണയം ഒരു കോസ്മിക് ലെവലിലേക്ക് മാറി. അയാളൊരു സാധാരണ കാമുകനല്ല, സ്വർഗത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു ട്രാജിക് ഹീറോ ആയി സ്വയം കാണുകയാണ്. സ്വന്തം ദുഃഖം കൊണ്ട് ഒരു മിത്തോളജി ഉണ്ടാക്കുകയാണ് അയാൾ. ആ മിത്തോളജിയിലെ സ്വർഗത്തിലെ വില്ലന്മാർ മാത്രമല്ലല്ലോ, ഭൂമിയിലുമുണ്ട്. ആര്? അവളുടെ ആ ഹൈബോൺ കിൻസ്മെൻ. ശരിയാണ്. ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹൈബോൺ കിൻസ്മെൻ. പഴയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പാവപ്പെട്ടവന്റെ കൂടെ ജീവിക്കാൻ പണക്കാരെ വീട്ടുകാർ സമ്മതിക്കില്ല. ഇവിടെ മരിച്ചിട്ട് പോലും ആ വേർതിരിവുണ്ട്. അവര് വന്ന് അവളെ കൊണ്ടുപോവാണ്, അവനെ ആ കല്ലറയുടെ അടുത്ത് നിന്ന് പോലും അകറ്റാൻ. അപ്പോൾ ആ കല്ലറ, ആ സെപ്പിൾക്രേ എന്ന് പറയുന്ന വാക്ക്, അതൊരു സാമൂഹിക വേർതിരിവിന്റെ ചിഹ്നം കൂടിയാണ്. ശരിയാണ്. സ്വർഗം മുകളിൽ നിന്നും സമൂഹം താഴെ നിന്നും അവനെ ഒറ്റപ്പെടുത്തുന്നു. ആ പൂർണ്ണമായ ഒറ്റപ്പെടലിൽ നിന്നാണ് അയാൾക്ക് ആ കല്ലറ സ്വന്തം വീടായി മാറുന്നത്. കറക്റ്റ്. ഇനി ഈ കവിതയുടെ ഒരു വൈബ്, അതെങ്ങനെയാണ് പോയെ ഉണ്ടാക്കുന്നത്? അതിന്റെ ഘടന? അതിലേറ്റവും പ്രധാനം ആവർത്തനമാണ്. ആനബെല്ലി എന്ന പേരും ഇൻ എ കിങ്ഡം ബൈ ദി സീ എന്ന വരിയും. ഒരു മന്ത്രം പോലെ. അതെ, കേട്ട് നമ്മുടെ മനസ്സിലും ആ പേരും സ്ഥലവും അങ്ങ് പതിഞ്ഞുപോകും. അയാളുടെ ഭ്രാന്തമായ ആ ഒബ്സഷൻ നമ്മളിലേക്കും പകരുന്നത് പോലെ. ഒരു തരം ഹിപ്നോട്ടിസം. പിന്നെ അതിലെ സൗണ്ട്സ്, ലീ,
സീ മീ. ആ ഈ എന്ന സൗണ്ട് ഒരു വിലാപം പോലെ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന്റെ താളം ഒരു താരാട്ടുപാട്ട് പോലെയുണ്ട്. പക്ഷേ നമ്മളെ ഉറക്കുന്ന താരാട്ടല്ല. അല്ല, നമ്മളെ പേടിപ്പിക്കുന്ന, അസ്വസ്ഥരാക്കുന്ന ഒരു താരാട്ട്. ആ അസ്വസ്ഥത കൂട്ടാനാണ് അതിലെ ഗോത്തിക് ഇമേജറി. കല്ലറ, പിശാചുക്കൾ, രാത്രി, തണുത്ത കാറ്റ്. ആ അവസാനത്തെ സ്റ്റാൻസ വായിക്കുമ്പോൾ ഒരു ഹൊറർ സിനിമ കാണുന്ന ഫീലാണ്. രാത്രി, കടലിന്റെ അടുത്തുള്ള കല്ലറയിൽ കാമുകിയുടെ മൃതദേഹത്തിനരികെ കിടക്കുന്ന കാമുകൻ. എന്തൊരു ഭീകരമായ സൗന്ദര്യമാണല്ലേ ആ ചിത്രത്തിന്. അതെ. പക്ഷേ ഈ കഥയ്ക്ക് പിന്നിൽ ഒരു യഥാർത്ഥ കഥയുണ്ടെന്നറിയുമ്പോഴാണ് ഇതിന്റെ ആഴം ശരിക്കും മനസ്സിലാവുന്നത്. പോയുടെ സ്വന്തം ജീവിതം. അതെ, ഇത് പോയുടെ അവസാനത്തെ കവിതയായിരുന്നു, മരിക്കുന്നതിന് തൊട്ടുമുൻപ് എഴുതിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിർജീനിയ, അവരും വളരെ ചെറുപ്പത്തിൽ ക്ഷയരോഗം വന്നു മരിക്കുകയായിരുന്നു. കവിതയിലെ പോലെ തന്നെ ഒരു ചില്ലിംഗ് വിൻ പോലെ. ആ ബന്ധവും വിവാദപരമായിരുന്നല്ലോ. പോയ്ക്ക് 27 വയസ്സുള്ളപ്പോൾ വിർജീനിയക്ക് 13 വയസ്സായിരുന്നു. അപ്പോ ആനബൽ ലീ എന്നത് വിർജീനിയ തന്നെയായിരിക്കാം. തീർച്ചയായും സ്വന്തം ദുഃഖമാണ്, സ്വന്തം നഷ്ടമാണ് പോയി കവിതയിലൂടെ പറയുന്നത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ കഥ പറയുന്ന ആള് ഒരു അൺറിലയബിൾ നറേറ്റർ ആണെന്ന ആശയം വരുന്നത്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാള്. അയാൾ നമ്മളോട് കള്ളം പറയുകയല്ല, അയാളോട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സത്യത്തിലാണ് ജീവിക്കുന്നത്. അതെ, ക്ഷയരോഗം വന്നു മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ കാവ്യാത്മകമാണ് മാലാഖമാരുടെ അസൂയ കാരണം മരിച്ചു എന്ന് പറയുന്നത്. ആ മരണത്തിനൊരു മഹത്വം കിട്ടുന്നു. തന്റെ നഷ്ടത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റുകയാണിപ്പോ. ആ ഇതിഹാസത്തിലെ നായകനായി സ്വയം അവരോധിക്കുന്നു. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരികെ വരാം. പ്രണയമാണോ ഭ്രാന്താണോ? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ചേർന്നതാണ് എന്നതിനേക്കാൾ ഇത് ദുഃഖം എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ശരിയാണ്. താങ്ങാനാവാത്ത ഒരു നഷ്ടം വരുമ്പോ മനസ്സ് സ്വയം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രതിരോധങ്ങൾ. യാഥാർത്ഥ്യം ഒരുപാട് വേദനിക്കുമ്പോൾ നമ്മൾ നമുക്കായി പുതിയൊരു യാഥാർത്ഥ്യമുണ്ടാക്കും ആ ലോകത്ത്. പ്രണയവും ഭ്രാന്തും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതായിരിക്കും. അപ്പോ ആനബെല്ലി വെറുമൊരു പ്രണയ കവിതയല്ല. തീവ്രമായ സ്നേഹം, താങ്ങാനാവാത്ത ദുഃഖം, ഭ്രാന്ത്, പിന്നെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള മനുഷ്യന്റെ വിസമ്മതം, ഇതെല്ലാമാണ്. അതെ. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ നഷ്ടം സംഭവിക്കുമ്പോൾ അതിനെ മറികടക്കാൻ നമ്മുടെയൊക്കെ മനസ്സ് എന്തൊക്കെ കഥകളുണ്ടാക്കും. ആ കഥകളിൽ യഥാർത്ഥ സ്നേഹവും സ്വാർത്ഥമായ ഭ്രാന്തും തമ്മിലുള്ള ആ നേർത്ത വര, അതെവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്?